ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫിറ്റ്നസ് ഫീൽഡിൽ AI എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് സംസാരിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻ്റ്ലി എനിക്ക് പല ക്ലയൻസുമായിട്ട് 1-to-1 ചെയ്യുമ്പോൾ IT ഫീൽഡിലുള്ള ക്ലയൻസ് തന്നെ ഒട്ടുമിക്കതും IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് എൻ്റെ ക്ലയൻസ് വരുന്നത്. അത് അബ്രോഡും ഉണ്ട്, ഇവിടെ നാട്ടിലുള്ളവരും ഉണ്ട്. അപ്പോൾ അതിൽ ചില വിദഗ്ധന്മാരായ IT പ്രൊഫഷൻസ് പറയാറുണ്ട്, ഇത്രയും വലിയ പാക്കേജൊക്കെ എടുത്തിട്ട് ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ലിസ്റ്റ് എനിക്ക് കിട്ടും. AI കൊടുത്തു കഴിഞ്ഞാൽ, AI ആപ്ലിക്കേഷൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വർക്കൗട്ട് ഡീറ്റെയിൽസ് കിട്ടും, എനിക്ക് ഡയറ്റ് പ്ലാൻ കിട്ടും, എല്ലാം കിട്ടും. പിന്നെ എന്തിനാണ് ഞാൻ ഇത്രയും എമൗണ്ട് കൊടുത്തൊരു ട്രെയിനറിനെ ഹയർ ചെയ്യുന്നതിൻ്റെ ആവശ്യം? അവരുടെ നോളജ് അവർ പറഞ്ഞതാണ്. അപ്പോൾ അത് എനിക്ക് ഫ്രീക്വൻ്റ്ലി 2-3 പേരിൽ നിന്ന് എനിക്കിങ്ങനെ ഒരു മറുപടി കിട്ടിയപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇൻഫർമേഷനും നോളജും ഒക്കെ വാസ്റ്റ് രീതിയിൽ എവിടെ നിന്ന് വേണം കിട്ടി. ഇപ്പോൾ ChatGPT ചോദിക്കാം, ഗൂഗിളിൽ ചോദിക്കാം, അല്ലെങ്കിൽ ബേസിക്കലി ഒരു ജിമ്മിൽ 1 വർഷം പോയി പരിചയമുള്ള ഒരാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാലും 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുപോലെ പല ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരും. ഇൻഫർമേഷൻ നമുക്ക് ആർക്കും എനിക്കുൾപ്പെടെ ആർക്ക് വേണോ പറയാം. പക്ഷേ ഇൻഫർമേഷൻ കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഹെൽത്ത് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളത് ശുദ്ധ മണ്ടത്തരമാണ്. ഓക്കെ, നമുക്ക് ഇൻഫർമേഷൻ മാത്രം പോരാ, നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. പിന്നെ അതേപോലെ കൺസിസ്റ്റൻസി വേണം, അതേപോലെ തന്നെ പേഴ്സണലൈസേഷനും വേണം. AI നമുക്ക് ജനറൽ ഗൈഡൻസ് തരും ബേസ്ഡ് ഓൺ അവർ ഇൻപുട്ട്. നമ്മുടെ ഹൈറ്റ്, വെയിറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ജനറൽ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അവർ ഈ ജനറലായിട്ടുള്ള നമുക്ക് ഗൈഡൻസ് തരും. പക്ഷേ അത് പോരാ നമുക്ക്. ദ റിയാലിറ്റി ഈസ്, ഞാനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ജിമ്മിലുള്ള ട്രെയിനേഴ്സ്, എക്സ്പീരിയൻസ് ട്രെയിനേഴ്സ്, സർട്ടിഫൈഡ് ട്രെയിനേഴ്സ്, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്യാൻ നിൽക്കുന്നവരല്ല. ദേ ഹാവ് എക്സ്പീരിയൻസ് ഹൗ ടു ട്രാൻസ്ഫോം എ പേഴ്സൺ. ഓക്കെ, അവർക്ക് കൃത്യമായ എക്സ്പീരിയൻസും കൃത്യമായ നോളജും ഉണ്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന്. അപ്പം അവിടെ എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്, നോട്ട് ദ ഇൻഫർമേഷൻ ഓൾറെഡി അവർ തരും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ട്രാൻസ്ഫോർമേഷനുള്ള കാര്യങ്ങളും അവർ ചെയ്ത്. പേഴ്സണലൈസ്ഡ് കോച്ച് നമുക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജ് റീഡ് ചെയ്യും. സോ ദേ ക്യാൻ ഒരാളെ കണ്ട് അവരുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. അവരുടെ വർക്കൗട്ട് പ്ലാൻസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ പ്ലാൻ, അവരുടെ സ്ട്രെസ്സ്, എനർജി ലെവൽ അല്ലെങ്കിൽ സ്ലീപ്പ് സൈക്കിൾ, ഇതെല്ലാം നോക്കി അനലൈസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഫിസിക്കലോ അല്ലെങ്കിൽ മെൻ്റൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്ട്രെസ്സോ എന്തെങ്കിലും ഉള്ള ദിവസമാണെങ്കിൽ അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ്ലി വർക്കൗട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്ലയൻറ്റിൻ്റെ ഇമോഷണൽ തിങ്കിങ് അല്ലെങ്കിൽ ഇമോഷണൽ ട്രിഗേഴ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൂടെ നിന്ന് അവർക്ക് വർക്കൗട്ട് പ്ലാനും ലൈഫ് സ്റ്റൈൽ പ്ലാനും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം ഇൻഫർമേഷനും ട്രാൻസ്ഫോർമേഷനും രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ChatGPT അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വർക്കൗട്ട് പ്ലാൻസ് തരും, നമുക്ക് ഡയറ്റ് പ്ലാൻസ് തരും. പക്ഷേ ChatGPTക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഡെയിലി ഈ വർക്കൗട്ട് പ്ലാൻസ് ചെയ്യുന്നുണ്ടോ, ഈ മീൽ പ്ലാൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ChatGPTക്ക് എൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. ഔട്ട് ഓഫ് ട്രാക്ക് ആയി കഴിഞ്ഞാലും തിരിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ചിലപ്പോൾ നല്ല ബിസി ഷെഡ്യൂളായിരിക്കും, എല്ലാ ദിവസവും നല്ല തിരക്കുള്ള ലൈഫ് സ്റ്റൈലായിരിക്കും. ഇതിനിടയിലൊക്കെ ഇത് അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതേപോലെ ഇൻഫർമേഷൻസും നോളജും ഒക്കെ എല്ലായിടത്തു നിന്നും നമുക്ക് കിട്ടും. പക്ഷേ ഇത് കൊണ്ടല്ല, ഈ നോളജോ ഇൻഫർമേഷനോ കിട്ടിയിട്ട് കാര്യമില്ല. ഈ എക്സിക്യൂഷനാണ്, ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ ലാക്ക് ഓഫ് എക്സിക്യൂഷൻ കാരണമാണ് പലർക്കും ഈ ഒരു സംഭവം കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതും അവർ ഇൻ ബിറ്റ്വീൻ ബ്ലോക്കായി പോകുന്നതും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ്, അതായത് അക്കൗണ്ടബിലിറ്റി. നിങ്ങൾ ജിമ്മിൽ വരും, കാരണം എന്ന് പറഞ്ഞാൽ ട്രെയിനറിനെ ഹയർ ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ ആ ട്രെയിനർ വാച്ച് ചെയ്യണം, നിങ്ങൾ ഷോപ്പ് ചെയ്യണം ജിമ്മിൽ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വരും. നിങ്ങളൊരു റെസ്പോൺസിബിലിറ്റി ടേക്കപ്പ് ചെയ്തതായിട്ട് നിങ്ങൾക്കൊരു ഫീലിംഗ് വരും. മനസ്സിലായിരുന്നു, യു ആർ റെസ്പോൺസിബിൾ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടാവും. അടുത്ത് വരുന്നത് റിയൽ ടൈം കറക്ഷനാണ്. അതായത് നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പോസ്ചേഴ്സ് കറക്റ്റാണോ, നിങ്ങളുടെ ബാക്ക് റൗണ്ടഡ് ആണോ, നിങ്ങളുടെ സ്കോട്ട് റൈറ്റ് ആണോ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം കറക്റ്റാണോ. നിങ്ങൾക്ക് ഒരു കോച്ച് ഉള്ളപ്പോൾ ഇൻസ്റ്റൻ്റ്ലി നിങ്ങളുടെ പോസ്ചേഴ്സ് കറക്റ്റാണോ എന്ന് അവർ സൂപ്പർവൈസ് ചെയ്യും, ഇൻസ്റ്റൻ്റ്ലി കറക്റ്റ് ചെയ്യും, ഇഞ്ചുറിയിൽ നിന്ന് പ്രിവെൻ്റ് ആവും. വർക്കൗട്ട് റൈറ്റ് ഇൻറ്റൻസിറ്റിയിൽ നിങ്ങളെ പുഷ് ചെയ്യാൻ അവർ സഹായിക്കും. AI പോലെയുള്ള ആപ്പ് അല്ലെങ്കിൽ ChatGPT പോലെ ആപ്പുകളിൽ നമുക്കൊരിക്കലും നിങ്ങൾ ഓവർ ട്രെയിൻ ആണെന്ന് അവർക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല.
മനസ്സിലായില്ലേ? നിങ്ങൾ ചെയ്യുന്ന എക്സസൈസിൽ നിങ്ങൾ റൗണ്ട് ബാക്ക് ആണോ അല്ലെങ്കിൽ പോസ്ചർ കറക്റ്റ് ആണോ എന്ന് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ചെയ്യുന്ന സ്ക്വാട്ട്സ് എത്ര ഇൻഫർമേഷൻ കിട്ടിയാലും നിങ്ങൾ ചെയ്യുന്ന സ്ക്വാട്ട്സ് കറക്റ്റ് വിഡ്ത്തിലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ റേഞ്ച് ഓഫ് മോഷനും ഒക്കെ നോക്കി കറക്റ്റ് ആക്കാനായിട്ട് ചാറ്റ് ജി പി ടിക്കോ എ ഐക്കോ പറ്റില്ല. അതേപോലെ തന്നെ ഇമോഷണലി ക്ലയൻസുകളുമായിട്ട് കണക്റ്റഡ് ആവുക എന്നുള്ളത് പലർക്കും സെൽഫ് കോൺഫിഡൻറ്റ് കാണില്ല, അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രെസ്സ് കാരണം ഓവർ ഈറ്റിംഗ് ചെയ്യുന്ന ഹാബിറ്റ് ഉള്ളവരായിരിക്കാം, സെൽഫ് ഡൗട്ടുള്ള ക്ലയൻ്റ് ആയിരിക്കാം. അങ്ങനെ പല പല പ്രശ്നങ്ങൾ, ഇമോഷണലി പല പല പ്രശ്നങ്ങളുള്ള ക്ലയൻസുകളുണ്ടാവും. ഇവിടെയൊക്കെയാണ് ഒരു കോച്ച് നമ്മൾക്ക് ഭയങ്കര ഉപകാരപ്പെടുന്നത്. നമുക്ക് ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഒരു ഡിസിപ്ലിൻ കീപ്പ് ഓൺ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു സെൽഫ് ബിലീഫ് സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കാനായിട്ടൊക്കെ നമ്മളെ കോച്ചസ് നമ്മളെ വളരെ രീതിയിൽ സഹായിക്കും, റാദർ ദാൻ ചാറ്റ് ജി പി ടി ഓർ എ ഐ. ഇമോഷണൽ ആസ്പെക്ട്സിൽ വരുമ്പോൾ സ്ട്രെങ്ത് ആയി കഴിഞ്ഞാലേ റിയൽ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നടക്കത്തുള്ളൂ. എക്സസൈസ് പ്ലാന് ഓവർ ടൈം നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതും, പിന്നെ ഡയറ്റ് പ്ലാനിൽ ഏറ്റക്കുറവുകൾ ചെയ്യുന്നതും, പിന്നെ അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ പ്ലാനുകളിലുള്ള ചേഞ്ചുകളും ഒക്കെ ഇംപ്ലിമെൻറ്റ് എപ്പോൾ ചെയ്യണമെന്ന് ഒരു കോച്ചിന് അറിയാൻ പറ്റും. അതേസമയം നമ്മൾ ഒരു ആപ്ലിക്കേഷനിലാണെങ്കിൽ കറണ്ട് ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ചാണ് അവർ ഔട്ട്പുട്ട് തരുന്നത്. അതിൽ നമുക്ക് ഒരിക്കലും ഒരു പേഴ്സണൽ ട്രെയിനർ അല്ലെങ്കിൽ ഒരു കോച്ച് തരുന്ന ഗൈഡൻസ് പോലെ ഒരിക്കലും ഒരു എ ഐ അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഇതേപോലത്തെ ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ പ്ലാന് ഒക്കെ പ്ലാൻ ചെയ്യണത് ഇത്രത്തോളം ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനറിൽ നിന്ന് കിട്ടുന്നിടത്തോളം എഫക്റ്റീവായിട്ട് നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വേൾഡ് ഫേമസ് ആയ ചാറ്റ് ജി പി ടിയുടെ CEO സാം ഓൾട്ട്മാൻ, അതുപോലെ മീറ്റ എ ഐയുടെ CEO മാർക്ക് സുഗർബർഗ്, ഇവർക്കൊക്കെ പേഴ്സണൽ ട്രെയിനേഴ്സ് ഉണ്ട്, പേഴ്സണൽ കോച്ചസ് ഉണ്ട്. സോ ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു ഫിസിക്കലായിട്ട് ഒരു പേഴ്സണൽ കോച്ചും ട്രെയിനറിൻ്റെയും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അൾട്ടിമേറ്റ്ലി എനിക്ക് പറയാനുള്ളത് ചാറ്റ് ജി പി ടി എ ഐക്ക് ഇൻഫർമേഷൻ തരും, പക്ഷേ നിങ്ങൾക്കൊരു റിയൽ ട്രാൻസ്ഫോർമേഷൻ ലൈഫ് ലോങ് അത് നിങ്ങൾക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ലൈഫ് ലോങ്ങിൽ അതെങ്ങനെ കൊണ്ടുപോകാമെന്ന് പഠിച്ചെടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു പേഴ്സണൽ ട്രെയിനർ, ഒരു കോച്ച് നിർബന്ധമായും ഹയർ ചെയ്യണം. മറ്റേത് നമുക്ക് നോളജ് കിട്ടും, പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചേഞ്ചസ്, നിങ്ങളുടെ ലൈഫിൽ ഈ ഹെൽത്തി ജേർണിയിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ എബിലിറ്റിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ കൂടെ ചാറ്റ് ജി പി ടിക്കും എ ഐക്കും ഒപ്പം നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ഒരു പേഴ്സണൽ ട്രെയിനർ, ഒരു കോച്ച് നിർബന്ധമായും ആവശ്യമാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഫോർ എക്സാമ്പിൾ, നമ്മളെ ചിറ്റി റോബോയിൽ റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ റോബോട്ടിൻ്റെ ഉള്ളിലൊരു സോൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ സോൾസ്. ഇതൊന്നും തിരിച്ചറിയാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഒരിക്കലും എ ഐക്കും ചാറ്റ് ജി പി ടിക്കും അല്ലെങ്കിൽ എ ഐ ആപ്ലിക്കേഷൻസ് ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഇനി എത്തുമോ എന്നുള്ളത് കാര്യം അറിയത്തില്ല. ഇതാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ. സോ think wisely and choose wisely. Always remember, health is your biggest wealth.